ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലാണ്. ഈ 2024 ബൈക്കിനേക്കാൾ സൗകര്യമുള്ള ഗിയർ സൈക്കിളുകളും ഇലക്ട്രിക് സൈക്കിളുകളും ഒക്കെ കിട്ടുമെങ്കിലും ഈ പഴഞ്ചൻ മോഡൽ അഥവാ വിൻറ്റേജ് സൈക്കിൾ എടുക്കാനുള്ള കാരണമാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യം തന്നെ ഞാൻ ചവിട്ടുന്നത് ശ്രദ്ധിക്കുക. ഒറ്റ കൈവച്ച് എഫർട്ട്ലെസ് ആയി തന്നെയാണ് പോകുന്നത്. എന്നാൽ പെഡലിംഗ് നിർത്തിയാലും അതേ വേഗതയിൽ വണ്ടി മുന്നോട്ട് തന്നെ പോകും. കിടിലനല്ലേ? അതെ, സൈക്കിളുകളുടെ രാജാവിനെയാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത്. ഹീറോ, ഹെർക്കുലീസ്, റാലി എന്നിങ്ങനെ പല ബ്രാൻഡുകൾ ഈ ടൈപ്പ് സൈക്കിളുകൾ നിർമ്മിക്കുന്നുണ്ട്. കൂട്ടത്തിൽ വിലക്കുറവുള്ള റാലി ഗോൾഡ് പോപ്പുലർ എന്ന മോഡലാണ് ഇത്. ഇംഗ്ലണ്ട് മെയ്ഡ് ആയിട്ടുള്ള റാലിയാണ് നമ്പർ 1 കമ്പനി. സൈക്കിൾ റാലി എന്ന പേര് പോലും അങ്ങനെ ഉണ്ടായതാണ്. ഞാനിത് വാങ്ങിയിട്ട് 1 മാസമായി. ഇതിൻ്റെ പുറകിലുണ്ടായിരുന്ന റിഫ്ലക്റ്റർ ലൈറ്റ് എൻ്റെ പുന്നാര മോൻ വടികൊണ്ടടിച്ച് പൊട്ടിച്ചതാണ്. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് വീഡിയോ ഇറക്കാമെന്ന് കരുതിയത്. ഇനി സൈക്കിളിൻ്റെ ഫീച്ചറുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യമായി ഹാൻഡിൽ ബാർ തന്നെ ശ്രദ്ധിക്കാം. ബെൻഡായ ഡിസൈനിലുള്ളതും ഓടിക്കാൻ വളരെ കംഫർട്ടബിളുമായ ക്രോം തീമിലുള്ളതാണ് ഹാൻഡിൽ ബാർ. നല്ല ഗ്രിപ്പുള്ളതാണ്. ഇനി സീറ്റിലേക്ക് പോവുകയാണെങ്കിൽ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പ്രിംഗ് ലോഡഡ് ആയിട്ടുള്ള സീറ്റാണിത്. ഇതിൻ്റെ ഡിസൈൻ കാണുമ്പോൾ നമുക്ക് റോയൽ എൻഫീൽഡ് ക്ലാസിക്കിനെ ഓർമ്മ വരും. നല്ല ഉയരമുള്ളതാണ്. പിന്നെ സുഖസവാരിക്ക് പറ്റിയ തരത്തിലുള്ള ഡിസൈനുമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ 2 ടയറുകളും ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരേ വലുപ്പത്തിൽ വരുന്ന ഒരേ വീതിയിൽ വരുന്ന 2 ടയറുകളാണ് ഇതിനുള്ളത്. 2 ടയറുകളും വളരെ സ്ലിമ്മാണ്. അതുകൊണ്ടാണ് ഈസിയായി ഓടിക്കാനും കഴിയുന്നത്. ട്യൂബുള്ള പഴഞ്ചൻ റിം തന്നെയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. ഇനി ഇതിൻ്റെ പെഡലുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിഫ്ലക്റ്ററോട് കൂടിയ പെഡലുകളാണ് വരുന്നത്. നല്ല ഹെവിയാണ്. ഇത് പാർട്സ് ആയിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്, ഓൺലൈനിൽ പർച്ചേസ് ചെയ്തതുകൊണ്ട്. ആ സമയത്ത് അസംബ്ലി ചെയ്യുമ്പോൾ തന്നെ നല്ല വെയിറ്റ് ഫീൽ ചെയ്തിരുന്നു. പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഇത് സിംഗിൾ സ്പീഡ് സൈക്കിളാണ്. ഗിയറുകളൊന്നുമില്ല എന്നല്ല, സിംഗിൾ സ്പീഡാണ്. പിന്നെ അതിൻ്റെ ഒരു വ്യത്യാസം നല്ലോണം ഉണ്ടായിരിക്കും. ഇത് ഒരു വട്ടം കറക്കുമ്പോൾ തന്നെ ഒരുപാട് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും. അത് ഈസി സൈക്ലിങ്ങിന് ഉപകരിക്കുന്നതാണ്. പിന്നെ നമുക്ക് നിരന്ന സ്ഥലത്ത് പുലിയെ പോലെ കുതിക്കാനും കുറച്ച് കയറ്റമുള്ള സ്ഥലത്ത് അവസാനം ഇറങ്ങിയിട്ട് നമുക്ക് തള്ളിക്കൊണ്ട് പോകാനൊക്കെ കഴിയുന്ന തരത്തിലുള്ളൊരു സൈക്കിളാണ്. നിരന്ന സ്ഥലമാണെങ്കിൽ ഇതൊരു പുലിയാണ്. അത് മറ്റുള്ള ഏത് ഗിയർ സൈക്കിളിനേക്കാളും നമുക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യും. അത് വളരെ വലിയ ടയറുകളും ആയതുകൊണ്ട് വളരെ വേഗത്തിലുള്ള സൈക്ലിങ് ഇതിന് പറ്റുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ ബ്രാൻഡിങ് ശ്രദ്ധിക്കാം. എല്ലാ ഭാഗത്തും ക്ലിയറായിട്ട് റാലി മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട്. റാലി ഗോൾഡ് പോപ്പുലർ എന്നാണ് ഈ മോഡലിൻ്റെ പേര്. എല്ലാ ഭാഗത്തും ഇതിൻ്റെ ബ്രാൻഡിങ് നല്ല ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇതിൻ്റെ മഡ്ഗാർഡിലൊക്കെ കൊടുത്തിട്ടുള്ള റാലി ഗോൾഡിൻ്റെ ബ്രാൻഡിങ് വളരെ മനോഹരമായിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറിൽ റാലി എന്ന് എഴുതിയിട്ട് പിന്നെ അതിൽ നല്ല ലൈനുകളും കൊടുത്തിട്ടുണ്ട്. ആ ലൈനുകളൊക്കെ നമുക്ക് റോയൽ എൻഫീൽഡ് ക്ലാസിക്കിൽ അതിൻ്റെ പെട്രോൾ ടാങ്കിൻ്റെ ഒരു ലൈന് കാണാം. ആ ലൈനോട് സാദൃശ്യമുള്ളതാണ് ഇതിലുള്ള ലൈനുകളെല്ലാം. അങ്ങനെ ഡിസൈൻ വൈസും പെയിൻറ്റിങ് വൈസും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ ബ്ലാക്ക് കളറാണ് ഇത് വരുന്നത്. സാധാരണ നമ്മൾ പച്ച കളറാണ് കൂടുതൽ കാണാറുള്ളത്. ഇനി അതോടുകൂടി തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതിൻ്റെ ബ്രേക്കുകൾ. എല്ലാം പഴയ മോഡൽ ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഇതിനുള്ള കൊടുത്തിട്ടുള്ളത്. സഡൻ ബ്രേക്ക് ഒന്നുമല്ല, കുറച്ച് സ്ലോ ആയിരിക്കും. കേബിളുകൾ യൂസ് ചെയ്യുന്നേ ഇല്ല. ഇതുപോലത്തെ കമ്പികൾ ഉപയോഗിച്ച് മാത്രമാണ് ബ്രേക്കിംഗ് ഉള്ളത്. ഇതാണ് ബ്രേക്ക് ലീവർ. ഇതിൻ്റെ പാർട്സുകൾ ഇവിടെ ഒന്നും കിട്ടാനില്ല എന്നതാണ് മെയിനായിട്ടുള്ളൊരു പ്രശ്നമായിട്ടുള്ളത്. അഥവാ എന്തെങ്കിലും ഒരു ബ്രേക്ക് കട്ട നമുക്ക് ആവശ്യം വന്നാൽ പോലും നമ്മുടെ ഏരിയയിൽ കിട്ടാനില്ല. ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സാധനം, മെയിൻ ഫീച്ചറായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ കാരിയറാണ്. രണ്ടാമതൊരാൾക്ക് ഇരിക്കാനും അത്യാവശ്യം സാധനങ്ങൾ വയ്ക്കാനും എല്ലാം ഉപകരിക്കും. ഇന്നത്തെ തലമുറ സൈക്കിളുകളിലൊന്നും ഇവ കാണാറില്ല. കുട്ടിക്കാലത്ത് നമ്മളിതിൻ്റെ ഉപയോഗം ശരിക്കും അറിഞ്ഞിട്ടുള്ളതായിരിക്കും. അപ്പോൾ വീതി കൂടിയൊരു കാരിയറും
അതിന് സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്ലിപ്പും കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, കൂടുതലായിട്ടുള്ളൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ ലൈറ്റ് കൂടെ, റീചാർജബിൾ ലൈറ്റ് കൂടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് 3 മോഡുകളിലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള മോഡ് സെലക്ട് ചെയ്യാം. ഏകദേശം ഒരു 3 മണിക്കൂറോളം ഇങ്ങനെ തുടർച്ചയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തതാണ്. എൻ്റെ ഹെഡ് ലാമ്പും കൂടെ വരുന്നതാണ്. ഇതിനും 3 മോഡുകളാണുള്ളത്. സാധാരണ ബൈക്കിൽ പോയാൽ തന്നെ മറ്റുള്ള വണ്ടികൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. ആ സമയത്ത് സൈക്കിളാകുമ്പോൾ കൂടുതൽ അപകടത്തിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ലൈറ്റ് ഓണാക്കി പോകാനാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത്. പഴയ മോഡൽ ഡൈനാമോ ഇപ്പോൾ കിട്ടാനില്ല. എന്തായാലും നല്ല കുടവേറൊക്കെ വെച്ച സമയത്ത് തടി കുറയ്ക്കാൻ വേണ്ടി ജിമ്മിൽ പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് കൂടുതൽ ഒരു എഫക്റ്റ് കിട്ടാനും ശരീരത്തിൻ്റെ കൊഴുപ്പൊന്ന് കുറയാനും കൂടെ പെട്രോളിൻ്റെ ലാഭം കൂടി കണക്കിലെടുത്താണ് ഈ സൈക്കിൾ ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരു ഫാമിലി കൗതുകത്തോടെ എൻ്റെ അടുത്ത് വരികയും സൈക്കിൾ ഓടിച്ച് നോക്കുകയും ചെയ്തു. അവരെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കുറച്ച് കുറ്റങ്ങൾ പറയാം. ഇത് വാങ്ങിയിട്ട് 1 മാസമേ ആവുന്നുള്ളൂ. അപ്പോഴേക്കും ഇതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ തുരുമ്പ് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ തുരുമ്പ് കയറൽ മാത്രമാണ് ഇതിന് കാര്യമായിട്ട് കുറ്റം പറയാനുള്ളത്. പിന്നെ നമുക്ക് സീറ്റിനുള്ള ആക്സസറീസ് കാര്യങ്ങളെല്ലാം വെക്കാം. അങ്ങനെയൊക്കെ ഇതിനെ മോഡിഫൈ ചെയ്ത് അല്ലെങ്കിൽ കൂടുതൽ കംഫർട്ടബിൾ ആക്കി മാറ്റാവുന്നതാണ്. ഇനി ഇതിൻ്റെ മറ്റൊരു ഫീച്ചറാണ് ഇതിൻ്റെ സെൻട്രൽ സ്റ്റാൻഡാണ് വരുന്നത്, സൈഡ് സ്റ്റാൻഡല്ല. അതിന് ലോക്കും ഉണ്ടായിരിക്കും. ഇതുപോലെ ലോക്ക് തട്ടിയിട്ട് വേണം നമ്മൾ വണ്ടി മുന്നോട്ടെടുക്കാൻ. അതുപോലെ ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ചെറിയ കുട്ടികൾ ഉപയോഗിക്കുമ്പോഴുള്ള അപകടങ്ങൾ കുറയ്ക്കാനും സഹായിക്കും. കോട്ടയ്ക്കൽ നഗരത്തിൽ ഇപ്പോൾ ഇത്തരം സൈക്കിൾ ഓടിക്കുന്ന ഒരേയൊരു മലയാളി ചിലപ്പോൾ ഞാനായിരിക്കും. ഇവിടെയുള്ള കടകളിലൊന്നും ഈ സൈക്കിളോ അതിൻ്റെ പാർട്സോ കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ ആമസോണിൽ നിന്നാണ് ഞാനിത് പർച്ചേസ് ചെയ്തത്. 6000 രൂപയായിരുന്നു വില. ഇപ്പോൾ ഇതുകൊണ്ട് ഓരോ വഴിക്ക് പോകുമ്പോഴും മിനിമം 10 പേരെങ്കിലും ഒരു റൗണ്ട് തരുമോ എന്ന ആ പഴയ ചോദ്യം എന്നോട് ചോദിക്കാറുണ്ട്. അങ്ങനെ പലരും ഈ സൈക്കിൾ ഓടിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ സൈക്കിളിനെ കുറിച്ചുള്ള പുതിയ വിശേഷങ്ങളായിട്ട് പറയാനുള്ളത്. അപ്പോൾ വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.